So like the earlier circuit, we just draw one circuit. It's also a voltage follower circuit. Diode. This is my output, and here I am applying the input. V sinusoidal signal, and here we can have that this is minus VCC or minus VE, and this is plus VCC. And here I am applying a reference voltage, plus V reference voltage, to this load resistor to this V. So this is the clipper with reference voltage. Okay, അപ്പോൾ എങ്ങനെ വരും ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് എങ്ങനെ വരും എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു റെഫറൻസ് വോൾട്ടേജ് ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ this will be act as a negative clipper ആയ കാരണം എന്താ, എപ്പോൾ ഒരു പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുന്നു it will be act as a closed switch, so it will be act as a voltage follower. Here we are applying a positive V reference voltage. ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇടാം. നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ ഈ പോസിറ്റീവ് V റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 4 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് പ്ലസ് 4 വോൾട്ടേജ് ആണ്. എൻ്റെ സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വോൾട്ടേജ് 10 സൈൻ ഒമേഗ ടി ആണെന്ന് വിചാരിക്കുക. അതായത് പ്ലസ് 10 വോൾട്ടേജ് മൈനസ് 10 വോൾട്ടേജ് പീക്ക് വോൾട്ടേജ് കിട്ടാൻ പാകത്തിനുള്ള ഒരു സിഗ്നലാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഹൗ മൈ ഔട്ട്പുട്ട് വേവ് ഫോം ലുക്ക് ലൈക്ക്, എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഇരിക്കുക? That my input voltage is like this. So I am applying 10 voltage plus 10 voltage here, and I am applying minus 10 voltage here, and this is my output waveform. This is my output. ഈ ക്ലിപ്പർ സർക്യൂട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുന്നതോ, ഡയോഡ് റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. അപ്പോൾ ഈ റെഫറൻസ് വോൾട്ടേജ് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഐഡിയ. എപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്നു, ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ വാട്ട് എവർ the V in, that will be get in the V out. You don't consider this V ref at that time. Okay, that is very important concept. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആവുന്നു, ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് ഈ V ref, അത് തന്നെയായിരിക്കും എനിക്ക് V out കിട്ടുന്നത്. എപ്പോൾ ഈ ഡയോഡ് ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്നു, അപ്പോൾ എന്താണ് V in, അത് തന്നെയായിരിക്കും V out കിട്ടുന്നത്. യു ഡോണ്ട് കൺസിഡർ ദിസ് V ref. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ. ഓക്കെ, ഇനി നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഈ V ref എന്ന് പറയുന്നത് ലെറ്റ് മൈ പോസിറ്റീവ് V ref ഈസ് +4 വോൾട്ടേജ്. ഒരു +4 വോൾട്ടേജ് ആണ് V ref വോൾട്ടേജ് എന്ന് വിചാരിക്കും. സോ ദിസ് ഈസ് മൈ +4 വോൾട്ടേജ് V ref. അപ്പോൾ ഇവിടെ നോക്കുക, ഇനീഷ്യലി എൻ്റെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നത്. സോ ഇനീഷ്യലി 0 വോൾട്ടേജിൽ എന്തായിരിക്കും, 0 വോൾട്ടേജിൽ ദിസ് ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ് ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് +4 വോൾട്ടേജ് അറ്റ് ദി കാഥോഡ്. കാഥോഡിൽ ഒരു +4 വോൾട്ടേജ് ഉണ്ടാവും. സോ ഡയോഡ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട്.
whenever the diode is in open circuit, എന്താണ് VREF അത് തന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ആൻസർ ദിസ് ഈസ് +4 വോൾട്ട്. അപ്പോൾ +4 വോൾട്ടേജ് വരെ എനിക്ക് +4 വോൾട്ടേജ് വരെ ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ എനിക്ക് ഈ +4 വോൾട്ടേജ് കിട്ടും. ആഫ്റ്റർ ദിസ് +4 വോൾട്ടേജ്, വീന് +4 വോൾട്ടേജിന് മേലെ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. whenever the diode is act as a closed switch, whatever the input, that will be follow at the output. അപ്പോൾ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യും. സോ ഐ വിൽ ഗെറ്റ് an output like this. After that, what will happen? Whenever the input voltage less than +4 voltage, what will happen? The diode is open circuit. So whenever the diode is in open circuit, what will happen? This VREF voltage, here it is +4 voltage, that will be getting the output. So then until this pulse scheme, it will be like this. This is +10 volt. Okay. Hope you clear this idea. ഈ ഐഡിയ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം, എന്നാലാണ് പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് സ്വിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be act as a voltage follower. Open switch ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ whatever the reference voltage, that will be getting the output. So sometimes ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങൾക്ക് വേവ് ഫോം ആയിരിക്കും തരുന്നത്, സംടൈംസ് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്തായിരിക്കും? How we can be draw the voltage transfer curve? So the voltage transfer curve of the above circuit plus V in minus V in plus V out minus V. So in plus V in, if even it's 0 voltage, I will get a +4 voltage here, and let this is my +4 V in. Okay, so it will be like this. After that, +4 നും കൂടുതലായി കഴിഞ്ഞാൽ it will be linearly varies. It will be like this. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജിലോ it will be always +4 voltage like this. So my transfer curve will look like this. Okay. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ കർവ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേവ് ഫോം വരയ്ക്കാം. ഇങ്ങനെയൊരു വേവ് ഫോം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സർക്യൂട്ട് എന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ സർക്യൂട്ട്? സോ ലെറ്റ് I am given a negative reference voltage to the same circuit. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി വരയ്ക്കാം. Negative with a negative reference voltage. Okay. So similar circuit. The only difference is I am applying negative reference voltage. I am applying V in. This is the diode. Plus V minus V. This is the circuit. I am applying my ഇങ്ങനെ ഒരു സർക്യൂട്ട് കൊടുത്തിരിക്കുന്ന അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സർക്യൂട്ട് കൊടുത്ത ഡയറക്റ്റ് ഒരു
വി റഫ് ഡി സി മൈനസ് വി റഫ് എന്ന് പറഞ്ഞ DC വോൾട്ടേജ് കൊടുക്കുന്നത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു സപ്ലൈ ഉള്ള കാരണം ജസ്റ്റ് അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലി സർക്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു മൈനസ് VD റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്ന സെയിം സെറ്റപ്പാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരിക? Let my positive cycle and negative cycle. Here I am applying, consider I am applying a -3 voltage. -3 voltage ആണെന്ന് വിചാരിക്കുക. പീക്ക് വോൾട്ടേജ് +10 വോൾട്ടേജ് ആൻഡ് -10 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. So what will be the output waveform? Once you got the output waveform, you can also draw the transfer curve. Okay, here it is minus V ref voltage. So minus V ref voltage ആയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ദിസ് ഡയോഡ് ഈസ് ക്ലോസ്ഡ് സ്വിച്ച്. കാരണം എന്താണ്, ഇവിടെ 0 വോൾട്ടേജ് ആണ്. ഈവൻ ഇനീഷ്യലി ഒരു 0 വോൾട്ടേജ് കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആണ്. ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ് വിൽ ഫോളോ ദ ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് വിൽ ബി ഫോളോ ദ ഇൻപുട്ട്. ഹിയർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് സ്വിച്ച്. സോ വാട്ട് വിൽ ഹാപ്പൻ? ക്ലോസ്ഡ് സ്വിച്ച് ആയ കാരണം എന്താണോ ഇൻപുട്ട് അതിനെ ഫോളോ ചെയ്യും. ഇനീഷ്യലി ഇറ്റ് ഈസ് 0 വോൾട്ടേജ്, സോ ഇറ്റ് വിൽ ബി ഫോളോ ദ ഇൻപുട്ട് വോൾട്ടേജ്. സോ ഇനി പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ പോസിറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ബട്ട് ഇവിടെ ഒരു ഓൾറെഡി റിവേഴ്സ് ഒരു നെഗറ്റീവ് സൈക്കിളാണ്, നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ തന്നെ ഓൾറെഡി ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫോർവേഡ് ബയാസ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഈ ഡയോഡ്. അപ്പോൾ എപ്പോഴും ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും. സോ പോസിറ്റീവ് സൈക്കിളിൽ എപ്പോഴും അത് ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ ലൈക്ക് ദിസ്. എവിടം വരെ വോൾട്ടേജ് ഫോളോ ചെയ്യും? -3 വോൾട്ടേജ് വരെ ഇത് ഫോളോ ചെയ്യും. കാരണം എന്താ, ഇനി -1 വോൾട്ടേജ് ആകുമ്പോഴും ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. കാരണം എന്താ, ഇവിടെ മൈനസ് വോൾട്ടേജ് ആകുമ്പോൾ ഇവിടെ -3 വോൾട്ടേജ് ആണ്. സോ അപ്പോഴും ആനോഡിലാണ് കൂടുതൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോഴും ഇൻപുട്ടിനെ ഫോളോ ചെയ്യും ഔട്ട്പുട്ട്. ഓക്കെ, ഫൈൻ. ഇനി -3 വോൾട്ടേജ് വരെ അങ്ങനെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി -4 വോൾട്ടേജ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് ആകുമ്പോൾ എന്ത് ചെയ്യും? എന്താണ് ഈ റെഫറൻസ് വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. സോ യു വിൽ ഗെറ്റ് എ -3 വോൾട്ടേജ്. ഇഫ് ഈ വോൾട്ടേജ് in negative voltage increase above -3 voltage, what will happen? The diode will be act as an open switch. Whenever the diode is acting as an open switch, we will get an output voltage is similar to this reference voltage. So it will be like this. So in the next cycle it will be like this. Okay, so അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്ലിപ്പർ. സോ ഇതിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും? ട്രാൻസ്ഫർ കർവ് simply we can draw plus V in minus V in plus V out minus V out. So in positive cycle, what is the what is the input? That will follow the output. So it will be linearly varies. And minus V in up to -3 voltage it will be follow. അപ്പോൾ -3 voltage ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? -3 voltage ആയിരിക്കും. ആഫ്റ്റർ ദിസ് -3 voltage what will happen? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ -3 വോൾട്ടേജ് തന്നെ ഉണ്ടാവും. സോ ദ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട്. ഓക്കെ, hope you clear this idea. So
ഇനി നിങ്ങൾ തന്നെ ഡിഫറെൻറ്റ് സർക്യൂട്ട് റിയലൈസ് ചെയ്തോളൂ. ഞാൻ ഇനി അത് ചെയ്യുന്നില്ല. ഇപ്പം ഈ ഡയോഡിൻ്റെ ഈ സർക്യൂട്ടിനകത്ത് -Vref കൊടുത്തു, +Vref കൊടുത്തു. എന്നിട്ട് ഞാൻ സർക്യൂട്ട് റിയലൈസ് ചെയ്തു. ഇനി നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യേണ്ടത്, നിങ്ങൾ അസൈൻമെൻറ്റ് പോലെ ചെയ്യേണ്ടത്, ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിക്കുക. ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിച്ചതിന് ശേഷം നിങ്ങൾ ഈ +Vrefഉം -Vrefഉം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വേവ് ഫോം എന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ടുള്ള ക്ലിപ്പർ സർക്യൂട്ടുകളെല്ലാം, ഓപ്പറേഷൻ ആംപ്ലിഫയർ ക്ലിപ്പർ സർക്യൂട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട്സുകളാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്, വേവ് ഫോമിൽ റിയലൈസ് ചെയ്യാനുള്ള സർക്യൂട്ടിലൊക്കെ ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഈസിലി ഡു ദിസ് പ്രോബ്ലം once you know exact idea what is happening inside this circuit. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിച്ചിട്ട് നിങ്ങൾ വേവ് ഫോമും അതിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവും വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്നോട് ചോദിക്കണം. നമുക്കൊന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് 1-2 പ്രീവിയസ് ഇയർ പ്രോബ്ലംസ്, ഈ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. 1-2 പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. R1 so this is the circuit and you have to find the value of R1 to required to deliver 10 milliwatt of power across RL and also find out Vout. So find Vout, that is the first question, and also the value of R1 are required to deliver 10 milliwatt of power across RL. അപ്പോൾ RL അക്രോസ് 10 milliwatt of power ഡെലിവർ ചെയ്യണമെങ്കിൽ R1ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഓൾസോ you have to find the output voltage. Okay, once you find out the R1 value, you can easily find out the output voltage. So 10 milliwatt ആണ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് 10 milliwatt ആണ്, RLനെ ക്രോസ് ആയിട്ടുള്ള പവർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ നെറ്റിൽ ചോദിച്ചൊരു പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന് അക്രോസ് ആയിട്ട് 10 milliwatt ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ദ പവർ റിലേഷൻ? പവറിൻ്റെ റിലേഷൻ എന്താണ്? പവറും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. സോ ദ പവർ ഈസ് ഈക്വൽ ടു ഐദർ വി ക്യാൻ സേ I square R or we can say VI or also we can be say V square by R. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയായിരിക്കും. ഇവിടെ വോൾട്ടേജും റെസിസ്റ്ററുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. കറണ്ടിൻ്റെ റിലേഷനിലല്ല ഇത് തന്നിരിക്കുന്നതല്ല. സോ പവർ അക്രോസ് RL എന്ന് പറയുന്നത് 10 milliwatt ആണ്. സോ പവർ അക്രോസ് RL ഈസ് 10 milliwatt ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RL കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ R1 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ
10 milliwatt ആണ് പവർ അക്രോസ് RL എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്? ഈ പവർ അക്രോസ് RL ഈ വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ റെസിസ്റ്റർ ഒന്നും ഇല്ലാത്ത കാരണം ഈ വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വി ഔട്ട് സ്ക്വയർ ബൈ RL ആണ് ഈ 10 milliwatt എന്ന് വന്നത്. ഓക്കെ, hope you clear this one. ഇതിനെ ക്രോസ് ആയിട്ടുള്ള പവർ 10 milliwatt ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 milliwatt ആവാനുള്ള R1 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 10 milliwatt ആണെന്ന് തന്നെ നമുക്ക് എടുക്കാം. സോ ഇതിന് 10 milliwatt ആണെങ്കിൽ ഇവിടെ റെസിസ്റ്റർ 10K ആണെന്ന് വന്നിട്ടുണ്ട്. ഇതിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വി ഔട്ട് തന്നെയാണ്. സോ വി ഔട്ട് സ്ക്വയർ ബൈ RL എന്ന് പറയുന്നത് 10 milliwatt ആണ്. RL എന്ന് പറയുന്നത് 10K ആണ്. RL 10K ആണ്. സോ വാട്ട് ഈസ് വി ഔട്ട് സ്ക്വയർ? 10 milliwatt into 10 kilo ohm, isn't it? So milli and kilo will be cancelled out. So V out is 10 volt. So you have find out the first part of the problem. V out at 10 volt on. Okay. What is the next part of the problem? You have to find out the value of R1 also. So R1 the value കണ്ടുപിടിക്കണം. ഇതിപ്പോൾ നമുക്ക് 10 volt എന്ന് കിട്ടി. You have to apply the KCL at this node. ഈ നോഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? VA minus 0 divided by 2K plus VA minus V out divided by R1 is equal to 0 എന്ന് കിട്ടും അല്ലേ? അപ്ലൈ KCL at node A. What do you got? VA minus, കാരണം ഇങ്ങോട്ടേക്ക് കറണ്ട് ഇല്ല, പമ്പ് ഡ്രോസ് നോ കറണ്ട്, ആൻഡ് ദർ ഈസ് എ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഓൾസോ, വെർച്വൽ സിഗ്നൽസ് കൺസെപ്റ്റ്. വി എന്ന് പറയുന്നത് 2 വോൾട്ടേജ് എന്താണ് അത് തന്നെയായിരിക്കും വി എന്ന് പറയുന്നത്. സോ വി എ മൈനസ് 0 ബൈ 2K പ്ലസ് വി എ മൈനസ് വി ഔട്ട് ബൈ R1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ വി എ മൈനസ് 0 ബൈ 2K ദറ്റ് ഈസ് പ്ലസ് വി എ മൈനസ് വി ഔട്ട്. വി ഔട്ട് എന്ന് പറയുന്നത് വി ഔട്ട് എന്ന് തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു 0. ഹിയർ വി എ ഈസ് 2 വോൾട്ടേജ് divided by 2K plus VA is 2 voltage, V out is 10 voltage, it is minus 8 voltage divided by R1 is equal to 0. Okay. So now you got this R1 is equal to so you have to record the R1 as 8K to deliver 10 milliwatt of power across R. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലം ഉള്ളൂ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഈ പ്രോബ്ലം ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വീട്ടിലിരിക്കുമ്പോൾ ചെയ്ത് നോക്കണം എല്ലാ പ്രോബ്ലംസും. ഓക്കെ, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇത്, ജസ്റ്റ് ചോദിച്ചൊരു പ്രോബ്ലം ആണ് ഇത്, നിങ്ങൾ തന്നെ ചെയ്താൽ മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ദ വാല്യൂ, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ദ വാല്യൂ ഓഫ് R required to get a gain of 10 in the circuit. Okay, this is my input voltage. This is my output and this is a 100K.
This is also a 100k. This is the R resistor. Okay. So what is the question? Find the value of R. ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടു ഗെറ്റ് ദ ഗെയിൻ ഓഫ് 10. ഈ സർക്യൂട്ട് എൻ്റെ ഗെയിൻ 10 കിട്ടാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ. ആറിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ കേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു അനദർ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാട്ടോ ഞാനിത് ചെയ്യാത്തത് ഇവിടെ. Okay, in 10k ,4k, V out and I 0. Okay. In this problem, find V out and I0 value when V in is equal to 2 sin omega t millivolt. Okay, when the input voltage is 2 sin omega t, you have to find out the output voltage and the value of the current I0. Okay, hope you can easily do this problem also. You have to just apply KCL at this node, so you will get the V out voltage. Once you got the V out voltage, you can apply KCL at this node, you can get the I0 value also. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ പ്രോബ്ലം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ 2 പ്രോബ്ലംസും നിങ്ങൾ ജസ്റ്റ് നോക്കുക, അതിൻ്റെ ആൻസർ കണ്ടെത്താൻ നോക്കുക. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാതിരിക്കരുത്. ഇന്നലെ 1-2 പേര് ചോദിച്ചതിന് ഞാൻ മറുപടി തരാത്ത ഇന്നലെ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ്. ഞാൻ ഇന്ന് അതിനൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ.